Dopa presents a super shortcuts. Yes, a super shortcuts in the രണ്ടാമത്തെ വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്റർ ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്ന് പറയാറുണ്ട്. ആൻഡ് വൺ ഓഫ് ദ മെയിൻ റീസൺസ് ഈസ് ഇതിൽ ഒരുപാട് ജീവികളുടെ പേര് മെൻഷൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഒരുപാട് ആൾക്കാർ ഈ പേര് ഓർത്തെടുക്കാനായിട്ട് ഭയങ്കര വിഷമമാണ്, ഭയങ്കര ഡിഫിക്കൽട്ടാണെന്ന് പറഞ്ഞ് വരാറുണ്ട്. സോ നിങ്ങളിലെ കുറച്ച് ആൾക്കാരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ആനിമൽ കിങ്ഡത്തിലെ എക്സാമ്പിൾസ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട്സ് ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത്. സോ കീപ് വാച്ചിങ് ഡോപ്പാസ് സൂപ്പർ ഷോർട്ട് കട്ട്സ്. ആദ്യം പറയാൻ പോകുന്നത് പോറിഫറ എന്ന് പറയുന്ന ഫൈലം അല്ലേ, അതിലെ ഈ എക്സാമ്പിൾസ് പഠിക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഇതുണ്ട്, ട്രിക്ക് ഉണ്ട്. എന്താന്ന് പറഞ്ഞു തരട്ടെ. ഇത്ര മാത്രം നിങ്ങൾ ആലോചിക്കുക. പോറിഫെറ പോഴ്സ് ആണ്, പോഴ്സ് ഉള്ള ഒരു സാധനമാണ്, ഒരുപാട് ഓട്ടകളുള്ള സാധനമാണ് സ്പോഞ്ച്. ഒരു സൈക്കോ ചെങ്ങായി, ആരാണ്? ഒരു സൈക്കോ. ഓക്കെ, സ്പോഞ്ച് എടുത്തു, ഒരു നാട്ടിൻപുറക്കാരനാണ്. സോ നാട്ടിൻപുറത്തുള്ള ഒരു എന്തിൽ പോവാണ്? കുളത്തിൽ പോവാണ്. അപ്പോൾ ഫ്രഷ് വാട്ടർ ആണ് അല്ലേ. സോ ഫ്രഷ് വാട്ടറിൽ പോയിട്ട് കുളിച്ചു. പക്ഷെ കുളിച്ചിട്ട് മതിയാവില്ല, കാരണം എന്താ, ആൾ സൈക്കോ ആണ്. അങ്ങനെ അയാൾ കുളിക്കാൻ വേണ്ടിയിട്ട്, ബാത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്പോഞ്ചുമായിട്ട് എങ്ങോട്ട് പോവാണ്? US പോവാണ്. ഇത്രമാത്രം സിമ്പിളാണ്. സൈക്കോ, സൈക്കൺ, സൈക്കോ അല്ലേ. സ്കൈഫ പേരിൽ തന്നെ ഉണ്ട്, സ്കൈ. സിമ്പിൾ അല്ലേ. സ്പോഞ്ച് എടുക്കാണ്, സ്പോഞ്ച് ഇല്ല. എങ്ങോട്ടാണ് പോണത്? തൻ്റെ വീടിൻ്റെ അടുത്തുള്ള സാധാ കുളത്തേക്ക്. ഫ്രഷ് വാട്ടർ സ്പോഞ്ച് അല്ലേ, കാരണം കുളത്തിലുള്ള വെള്ളമൊക്കെ ഫ്രഷ് വാട്ടർ ആണെന്ന് നമുക്കറിയാം. പക്ഷെ അയാൾക്ക് കുളിച്ചിട്ട് മതിയാവണില്ല. അങ്ങനെ അയാൾ ബാത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്പോഞ്ചുമായിട്ട് എങ്ങോട്ട് പോവാണ്? US പോവാണ്. സോ ബാത്ത് സ്പോഞ്ച്, US യൂസ്. ഇത് കണ്ടോ, US യൂസ് സ്പോഞ്ച് ചെയ്യുക. വെരി സിമ്പിൾ. സോ സൈക്കോൺ, സ്കൈഫ, സ്പോഞ്ച് ഇല്ല, ഫ്രഷ് വാട്ടർ സ്പോഞ്ച് ആൻഡ് യൂസ് സ്പോഞ്ച് ചെയ്യുക. നമ്മുടെ ഏതാണ്? ബാത്ത് സ്പോഞ്ച്. സിമ്പിൾ ആണോ? മനസ്സിലായോ? അടുത്തത് വളരെ കിഡ്ലനായിട്ടുള്ള കുറച്ച് ട്രിക്സ് ഉണ്ട്. ഫൈലം സീലൻട്രേറ്റ. ഓക്കെ, ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന എക്സാമ്പിൾസ് എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് ഓർത്ത് വെക്കാം. സീലൻട്രേറ്റ, സീല് തുടക്കത്തിൽ തന്നെ സീൽ എന്നാണ്. ആ സീല് നമ്മൾ ഈ സീലാണെന്ന് വിചാരിക്കുക. സീൽ കുത്തുക എന്ന് പറയില്ലേ, ആ സീല്. സെറ്റാണോ? പെർഫെക്റ്റ് അല്ലേ? അങ്ങനെ സീല് അടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സീല് കുത്താൻ വേണ്ടിയിട്ട് ഫൈസൽ എന്ന് പറയുന്ന ആൾ, ഇപ്പോൾ സീൽ എന്നുള്ളത് ആലോചിക്കുക. ഫൈസൽ എന്ന് പറയുന്ന ആൾ എങ്ങോട്ട് പോവാണ്? പോർച്ചുഗലിൽ തൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോവാണ്. സോ ഫൈസേലിയ എങ്ങോട്ട് പോവാ? പോർച്ചുഗൽ. സോ പോർച്ചുഗീസ് മാൻ ഓഫ് വാർ. അവിടെ പോയപ്പോഴാണ് സീ ആനിമൽസിനെ പിടിച്ച് അതിന് ഫുഡൊക്കെ കഴിക്കുന്ന ആദമിനെ കണ്ടെത്തുന്നത്. സോ സീ ആനിമൽസ് എന്നുള്ളത് നമുക്ക് എന്ത് കിട്ടി? സീ ആനിമോൺ എന്ന് കിട്ടി. ആരാണ് ആള്? ആഡംസിയ. കിട്ടിയോ? അങ്ങനെ ഫൈസലും ആദവും കണ്ടുമുട്ടി. ഞാൻ ആഡമിനോട് പറയാണ്, ആഡം ഈ സീൽ വെച്ചതിന് വേണ്ടിയിട്ടാണ് ഞാൻ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് ഫ്ലൈറ്റ് കയറിയത്. അപ്പോൾ ആഡം പറയാണ്, എനിക്കൊരു പെന്ന് തന്നാൽ ഞാൻ സൈൻ ചെയ്ത് സീൽ വെച്ച് തരാം. അങ്ങനെ പെന്ന് കൊടുക്കുകയാണ്. സോ പെന്നാറ്റുല. ഓക്കെ, സീ പെൻ. ഓക്കെ, അപ്പോൾ ഫൈസൽ പറയാണ്, ഇത്രയും ഒരു നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല, കുറച്ച് പ്രൈവസി ഒക്കെ വേണ്ട, നമുക്ക് വീട് പോവാം. നമ്മൾ ഹിന്ദിയിൽ വീടിന് എന്താ പറയുക? ഘർ എന്നാണ് പറയുക. ഇവിടെ ഏതാ? ഘർ. സോ ഗോർഗോണിയ അല്ലെങ്കിൽ ഗർഗണിയ എന്താ വെച്ചാൽ പറയാം, നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വീട്ടിൽ പോയി ഗോർഗണിയ. ഓക്കെ, ഗോ. വീട്ടിൽ പോയി. വീട്ടിലെത്തിയപ്പോൾ എന്തുണ്ട്? മേലെ ഫാൻ ഉണ്ട് അല്ലേ, സീ ഫാൻ. സോ ഗോർഗോണിയ സീ ഫാൻ എന്ന് കിട്ടി. ഓക്കെ, അപ്പം എന്തായാലും വീട്ടിൽ വന്നല്ല, എങ്ങനെ ഫുഡ് കഴിക്കാണ്ട് തിരിച്ചു പോവുക? അവർ തിന്നാൻ പോണത് എന്താണ്? മീനിൻ്റെ തലച്ചോറ്, മീനിൻ്റെ ബ്രെയിൻ. സോ ഇവിടെ നമുക്ക് മീൻ എന്നുണ്ട്, ബ്രെയിൻ കോറലിനുണ്ട്. സിമ്പിളാണോ? സോ സീല് വെക്കാൻ വേണ്ടിയിട്ട് ഫൈസൽ പോർച്ചുഗലിലോട്ട് പോവാണ്. സോ ഫൈസല് പോർച്ചുഗീസ് മാൻ ഓഫ് വാർ. അവിടെ എത്തിയിട്ട് ആരെ കാണാണ്? ആഡമിനെ കാണും. സോ ആഡംസിയ, ആഡമിൻ്റെ പണി എന്താ? സീ ആനിമൽസിനെ പിടിക്കുക, സീ ആനിമോൺ. അങ്ങനെ സീല് വെച്ചേരം പറഞ്ഞു. അപ്പോൾ ആഡം എന്ത് പറയാണ്? പെന്ന് വേണം. സോ പെന്നാറ്റുല എന്താണ്? സീ പെൻ. വീട്ടിൽ പോവാണ്, ഗോർഗോണിയ. അവിടെ എന്ത് കണ്ടു? ഫാൻ കണ്ടു, സീ ഫാൻ. ഓക്കെ, മീൻ ട്രീന, ബ്രെയിൻ കോറൽ. മീനിൻ്റെ ബ്രെയിൻ കഴിച്ചു അവർ. ഹാപ്പി. ഓക്കെ, കൂളല്ലേ? യാ. ഇനി അടുത്തത് ടീനോഫോറ എന്ന് പറയുന്ന ഫൈലം. ശ്രദ്ധിക്കുക, ടീനോ എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി വരുന്നത് ടീനേജർ എന്നുള്ളൊരു കാര്യമാണ്. സോ ഒരു ടീനേജർ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക, ടീനേജർ. ഓക്കെ, നമ്മൾ പറയും ടീനേജർ. ആ ഒരു പ്രായത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്തിനേയും എന്ത് ചെയ്യാം? ബ്രേക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നിങ്ങൾ ആലോചിക്കുക, പ്ലാൻ. ടീനേജറാണ് ടീനോഫോറ. പ്ലാൻ, ടീനോ പ്ലാനാ. ബ്രേക്ക് ചെയ്യാം.
എന്ത് ഇവിടെ എന്താ ബ്രേക്ക് ചെയ്യുക പ്ലൂറോ ബ്രേക്ക് ചെയ്യുക. സിമ്പിളാണോ പെർഫെക്റ്റ് അല്ലേ? വെരി ഗുഡ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്ലാറ്റിഹെൽമിന്തസ് ആണ്. ഒരു പ്ലേറ്റിൽ ആ പ്ലേറ്റ് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. പ്ലേറ്റ്, ഒരു പ്ലേറ്റിൽ മുഴുവൻ, എൻ്റെ പേര് ഫാസില എന്നാണ്. സോ ഫാസില എന്ന് നിങ്ങൾ ആലോചിക്കുക. പ്ലേറ്റ് മുഴുവൻ ലിവറാണ്. ലിവറുണ്ട്, എന്തിൻ്റെയോ ബീഫ് മട്ടൺ എന്താ ആയിക്കോട്ടെ, അതിൻ്റെ ലിവറുണ്ട്. ഫാസില അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ലിവർ ഫ്ലൂക്ക് അല്ലേ? ലിവർ ഫ്ലൂക്ക്, ഫസിയോള, ഫാസില, ഫസിയോള. അപ്പോൾ കുറച്ച് പാട്ടും കൂടി കേട്ടിട്ട് കഴിക്കാന്നുള്ള രീതിക്ക് എന്താണ്, ടീന എന്ന് പറയുന്ന കുട്ടി ടേപ്പൊക്കെ എടുത്ത് വരികയാണ്. സോ ടീനിയ ടേപ്പ് സെറ്റാണ്. സോ പ്ലാറ്റിഹെൽമിന്തസ് അല്ലേ? ഒരു പ്ലേറ്റ് ഇങ്ങനെ ആലോചിക്കും, പ്ലാറ്റിഹെൽമിന്തസ് പ്ലേറ്റ്. അപ്പോൾ പ്ലേറ്റ് എന്നുള്ളത് കിട്ടി. ആരാണ് പ്ലേറ്റിൽ ഫുൾ ലിവർ എന്നാണ് അല്ലേ? ആരാ? ഫാസില. ഓക്കെ, എനിക്ക് ഇഷ്ടം ലിവർ. എന്നിട്ട് എന്താണ് ആ പാട്ടും കൂടി കേട്ടൊന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് ടീന എന്ത് ചെയ്യാണ്? അപ്പോൾ ടീനിയ ടേപ്പ് പോവാം. സെറ്റല്ലേ? അടുത്തത് ആഷിഹെൽമിന്തസ്. ഓക്കെ, ഇത് നിങ്ങൾ ജസ്റ്റ് അവിടെ ഇവിടെ എഴുതിയേക്കാണെങ്കിൽ ബി വെരി ഈസി ഫോർ യു പീപ്പിൾ. ഓക്കെ, ആഷിഹെൽമിന്തസ്. ഇത് ആഷിഹെൽമിന്തസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗണ്ട് വാമ. ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഉണ്ട് ASC. സോ ASC നമ്മൾ എടുക്കുന്നു. ഓക്കെ, യെസ്. ASC അസ്കാരിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമുണ്ട്. ഈ റൗണ്ട് വാമ. സോ റൗണ്ട് വാമ ഇത് നിങ്ങൾ എന്തായാലും പഠിക്കണം. അപ്പോൾ പേരുന്ന ആഷിഹെൽമിന്തസ് എന്നുള്ളതിന് ASC കിട്ടും, അസ്കാരിസ് എന്ന് കിട്ടും. ഇത് റൗണ്ട് വാം ആണെന്നുള്ള കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കേണ്ടി, ബാക്കിയുള്ള പഠിക്കാൻ ഈസിയാണ്. റൗണ്ട് വേമിനെ പിടിക്കാൻ ഉച്ചക്ക് ഫിലൻ്റെ ഷൂവും ഇട്ട് സൈക്കിളിൽ ഒരു ഹുക്കും എടുത്ത് നമ്മൾ പോയി. ഇത്ര ആലോചിച്ചാൽ മതി. സോ ഉച്ചക്ക്, ഉച്ചറേറിയ, ഫിലൻ്റെ ഷൂ ഇട്ട് ഫൈലേറിയൽ വേം. സെറ്റാണ്, കിട്ടിയോ? സൈക്കിളിലാണ് പോണത്, ഒരു ഹുക്കും കയ്യിലുണ്ട് അല്ലേ? അപ്പോൾ സൈക്കിൾ അല്ലേ? ആൻഡ് സൈക്ലോസ്റ്റോമ, ഹുക്ക് കയ്യിലുണ്ട്, ഹുക്ക് കിട്ടിയോ? അസ്കാരിസ് റൗണ്ട് വേമാണ്. റൗണ്ട് വേമിനെ പിടിക്കാൻ ഉച്ചക്ക് ഫിലൻ്റെ ഷൂ ഇട്ടിട്ട് സൈക്കിളിൽ ഒരു ഹുക്കും എടുത്തിട്ട് നമ്മൾ പോവുകയാണ്. അങ്ങനെ പിടിക്കണ്ടേ? യെസ്. സെറ്റാണോ? ഓക്കെ അല്ലേ? അവസാനമായിട്ട് പറയുന്ന ഫൈലം ഈസ് അണ്ണലിഡ. അണ്ണൻ എന്ന് പറഞ്ഞാൽ ഏതൊരു അണ്ണൻ. ഓക്കെ, അണ്ണനെ ഇരുട്ട് അല്ലെങ്കിൽ ഇരുടിൽ എന്ത് കടിക്കാണ്? എന്തോ രക്തം ഇങ്ങനെ വലിച്ചെടുത്തു, ബ്ലഡ് സക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ അയാൾക്ക് ഭയങ്കര നീറ്റലുണ്ടായി, നീറി. ഓക്കെ, നീറി. ഓക്കെ, അപ്പോൾ അയാൾ ലൈറ്റ് ഇട്ട് നോക്കി. അപ്പോൾ എന്താ കണ്ടത്? പെരയിൽ എന്ത് കണ്ടു? പെര എന്ന് പറഞ്ഞാൽ വീട് അല്ലേ? ഞങ്ങൾ മലപ്പുറക്കാരാണ്, നമ്മൾ അങ്ങനെയൊക്കെ സംസാരിക്കുമല്ലോ. സോ പെരയിൽ എന്ത് കണ്ടു? ഏർത്ത് വേമിനെ കണ്ടു. ഇത്ര മനസ്സിലാക്കാം. സോ അണ്ണലിട. ഹിരുഡിനേരിയ, ഇരുട് ഇവിടെ കണ്ടോ? ഹിരുഡിനേരിയ. ഇതെന്താ ചെയ്ത? ബ്ലഡ് സക്ക് ചെയ്തു. സോ ബ്ലഡ് സക്കിങ് ലീച്ച്. പണ്ണൻ എന്തായി? ഭയങ്കര നീച്ചിലെടുത്തു, നീരീസ്. അപ്പോൾ ലൈറ്റ് ഇട്ട് നോക്കിയപ്പോൾ പെരയിൽ എന്ത് കണ്ടു? പെരട്ടിമ അല്ലെ? ഫെരട്ടിമ ഒന്നും പറയണ്ട, പെരട്ടിമ. ഇങ്ങനെ ആലോചിച്ചാൽ മതി. എന്താണ്ട്? ഏർത്ത് വേമിനെ കണ്ടു. സെറ്റാണോ? സോ ഇത്രയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ആൻഡ് ഇഫ് യു ആർ ഫീലിംഗ് ലൈക്ക് നിങ്ങൾക്കിത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണ്, അതേപോലെ തന്നെ ഈ ചാപ്റ്ററിലെ ബാക്കി എല്ലാ ഫൈലത്തിനും ഇതുപോലെയുള്ള കോഡുകൾ വേണമെന്ന് നിങ്ങളിൽ 10-ൽ കൂടുതൽ ആൾക്കാർ കമൻസിലൂടെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ഞാൻ പരിഗണിക്കുന്നതാണ്. ആൻഡ് യെസ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോഡ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ യാ, ബൈ.